നമസ്കാരം. ചെറിയൊരു ആത്മകഥ പറയാനാണ് ഇന്നത്തെ സെയിലിംഗ് കമന്ററിയിൽ ഉദ്ദേശിക്കുന്നത്. ദീർഘനാൾ വളരെ കാലം നമ്മളെ വല്ലാതെ വേദനിപ്പിച്ച നമ്മുടെ തുറമുഖത്തിന്റെ പുരോഗതിയിൽ വലിയ തടസ്സങ്ങൾ സൃഷ്ടിച്ച ഒരു ഉദ്യോഗസ്ഥന്റെ പതനമായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. വലിയ പ്രതാപശാലിയായിരുന്നു. കപ്പൽ മേഖലയിലെ വളരെ പ്രധാനപ്പെട്ട തലങ്ങളിൽ നിന്നിരുന്ന ഒരാൾ. വളരെ പെട്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന് ചലനം സംഭവിച്ചത്. ഞാൻ ആളുടെ പേര് പറയുന്നില്ല, മറ്റു സൂചനകളൊന്നും നൽകുന്നില്ല. ഇവിടെ പറയാൻ കാരണം ഇപ്പോഴും TRVയെ, തിരുവനന്തപുരം പോർട്ടിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അവരനുഭവിക്കാൻ പോകുന്ന ദുരന്തം അങ്ങനെ ഞങ്ങൾക്ക് ആഗ്രഹമില്ല, പക്ഷേ അനിവാര്യമാണ്, ഇനവിറ്റബിളാണ്. സത്യത്തിന്റെ ഈ തുറമുഖത്തെ മനഃപൂർവ്വം ദ്രോഹിക്കുക, ഉപദ്രവിക്കുക, കൊച്ചാക്കുക, കളിയാക്കുക, ഇല്ലാതാക്കുക, ഇത്തരം ശ്രമങ്ങളുടെ ഭാഗമായി ആരൊക്കെ പ്രവർത്തിച്ചാലും പ്രകൃതി, ഞങ്ങൾ വളരെ നിസ്സാരക്കാരാണ്, പക്ഷെ പ്രകൃതി അവർക്ക് തിരിച്ചടി നൽകും. ക്ഷമയോടെ കാത്തിരിക്കണമെന്ന് മാത്രം. ഞങ്ങളങ്ങനെ ക്ഷമയോടെ കാത്തിരിക്കാൻ തയ്യാറാണ്. ഞങ്ങൾ ആരുമായിട്ടും കൊമ്പ് കോർക്കാനില്ല, പക്ഷെ പറയേണ്ട വസ്തുതകൾ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കും. കഴിഞ്ഞ 30 വർഷക്കാലം ഈ തുറമുഖത്തെ ഒരു പക്ഷേ 30 വർഷക്കാലം വൈകിപ്പിച്ചതിൽ പോലും ആ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്റെ വലിയ പങ്കുണ്ടായിരുന്നു എന്നാണ് ഞാൻ 100% വിശ്വസിക്കുന്നത്. അങ്ങനെയുള്ള ആ ഉദ്യോഗസ്ഥന്റെ പദവി നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം ഇപ്പോഴും വലിയ ആദരിക്കപ്പെടുന്ന ആളാണ്. നമ്മുടെ സമൂഹത്തിൽ വളരെയധികം ആദരിക്കപ്പെടുന്ന ഒരാളായിട്ട്, നമ്മുടെ പ്രധാനമന്ത്രിയുടെ തലത്തിൽ പോലും ആദരിക്കപ്പെടുന്ന, അംഗീകരിക്കപ്പെടുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ ഈ പതനത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ കീഴിൽ ജോലി ചെയ്തിരുന്ന ഒരാളോട് ഞാൻ ചോദിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒറ്റ വരി മറുപടി ഇങ്ങനെയായിരുന്നു: ഹിസ് ബാഡ് ടൈം. അദ്ദേഹത്തിന്റെ മോശം കാലം. അദ്ദേഹത്തിന്റെ മോശം കാലത്തിന് കാരണം എന്താണെന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം. കാരണം നമ്മുടെ തുറമുഖത്തെ ആക്രമിക്കുന്നവർക്കെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ ഈ മോശം കാലം വരും. കാരണം ഈ തുറമുഖം ഒരു സത്യമാണ്, ഒരു സമൂഹത്തിന്റെ മോചനമാണ്, ഒരു ജനതയുടെ മോചനമാണ്, ഒരു രാജ്യത്തിന്റെ മോചനമാണ് ഈ തുറമുഖം മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും വലിയ ദർശനം എന്നുള്ളത് കൊണ്ട് തന്നെ അതിനകത്തിരുന്ന് തോളിൽ കയറി ചെവി കടിക്കാൻ ശ്രമിക്കുന്ന എല്ലാവർക്കും ഈ പതനം ഇന്നല്ലെങ്കിൽ നാളെ സംഭവിച്ചിരിക്കും എന്നുള്ളത് അവരവർ അർഹിക്കുന്ന പതനമാണ്, അവരവർ ഏറ്റുവാങ്ങുന്ന പതനമാണ്. ഞങ്ങൾ ആരെയും ശപിക്കുന്നില്ല, ഞങ്ങൾ ആരോടും നമുക്ക് ദുഷ്ട മനസ്സില്ല, ആരോടും ഞങ്ങൾക്ക് പകയില്ല. പക്ഷേ ഈ തുറമുഖത്തെ തുടർന്നും ആക്രമിക്കുന്നവർ ഇതൊരു കേസ് സ്റ്റഡിയായി മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഞാൻ എന്റെ സുഹൃത്തുമായി 2-3 ചാറ്റിംഗ് നടത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞല്ലോ ഹിസ് ബാഡ് ടൈം എന്ന് പറഞ്ഞപ്പോ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് കാരണമെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു ഇറ്റ്സ് എ ലോസ് ടു ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക് ഇൻഡസ്ട്രി ഇൻ ജനറൽ. പെർട്ടിക്കുലർലി അദ്ദേഹം ഒരു പേര് പറഞ്ഞു, അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞു. എ പൈനിയർ ഇൻ ദിസ് ഫീൽഡ്. കപ്പൽ മേഖലയിലെ, വ്യാപാര മേഖലയിലെ, കടത്തു മേഖലയിലെ ഒരു പൈനിയർ ആണ് എന്ന്. കാരണം അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിന്റെ മുകളിലിരുന്ന, അദ്ദേഹത്തിന്റെ ഉന്നത പദവിയിലിരുന്ന ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന്റെ കീഴിലാണ് എന്റെ സുഹൃത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഒരു മെസ്സേജ് തിരിച്ചു കൊടുത്തു, ആൻ ഇൻവിസിബിൾ മാൻ who played a major role to delay our വിഴിഞ്ഞം പ്രോജക്റ്റ് 2. അപ്പോൾ കപ്പൽ മേഖലയിലെ വളരെ ഉന്നതനായി ഇറ്റ്സ് എ ലോസ് ടു ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക് ഇൻഡസ്ട്രി, ഈ മേഖലയ്ക്ക് മൊത്തം തീരാ നഷ്ടം വരുത്തി വെച്ചിരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തെ പദവിയിൽ നിന്ന് മാറ്റിയപ്പോൾ ഒരു വലിയ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ എന്റെ പ്രതികരണം ഇതായിരുന്നു: an invisible man who played a major role to delay our വിഴിഞ്ഞം പ്രോജക്റ്റ് 2.
നമ്മുടെ തുറമുഖവും വൈകിപ്പിക്കുന്നതിൽ, ദീർഘിപ്പിക്കുന്നതിൽ, വലിച്ചു നീട്ടുന്നതിൽ, ഇല്ലാതാക്കുന്നതിൽ അദൃശ്യമായി നിന്നുകൊണ്ട് വലിയ പങ്കുവഹിച്ച ഒരാളാണ് ആ മനുഷ്യൻ. അപ്പൊ അദ്ദേഹത്തിന്റെ കമന്റ് ഇങ്ങനെയായിരുന്നു: ദാറ്റ്സ് ബിസിനസ് പോളിറ്റിക്സ്. അദ്ദേഹത്തെ ന്യായീകരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ കീഴിൽ പ്രവർത്തിച്ച ഉണ്ട ചോറിന് നന്ദി കാണിക്കണം. ഞാൻ അദ്ദേഹത്തെ ആ ക്വാളിറ്റി അഭിനന്ദിക്കുന്നു. കാരണം അദ്ദേഹത്തിന് ഒരു തൊഴിൽ നൽകിയ, ഭാവി നൽകിയ, സുരക്ഷിതത്വം നൽകിയ ഒരാളെ അദ്ദേഹത്തിന്റെ ദുരിതഘട്ടത്തിൽ തള്ളിപ്പറയാൻ പാടില്ല. ദാറ്റ്സ് ബിസിനസ് പോളിറ്റിക്സ്. അപ്പോൾ എന്റെ മറുപടി യെസ്, ദാറ്റ്സ് ട്രൂ. അത് ശരിയാണ്. ബിസിനസ് പോളിറ്റിക്സിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ പലതും ചെയ്യാം. ദാറ്റ്സ് ട്രൂ. അതാണ് ഉപ്പ് തിന്നുന്നവർ വെള്ളം കുടിക്കും എന്നും പറയുന്നത്. നമ്മളെ ദ്രോഹിച്ച, നമ്മുടെ തുറമുഖത്തെ നശിപ്പിച്ചവർ ഒരു ഘട്ടത്തിൽ അതിന്റെ തിക്താനുഭവം, അതിന്റെ ഫലം എന്തായാലും അവർ ചെയ്തത് ശരിയാണെങ്കിൽ അവർക്ക് നന്മ വരും. അവർ ചെയ്തത് മോശമാണെങ്കിൽ ഇതുപോലുള്ള അഗാധ ഗർത്തങ്ങളിലേക്കുള്ള പതനമായിരിക്കും. സ്വർഗവും നരകവും ഒക്കെ ഇവിടെ തന്നെയാണ്, വേറെ എവിടെ അന്വേഷിച്ചു പോകണ്ട. ജീവിതകാലത്ത് തന്നെ സ്വർഗവും അനുഭവിക്കാം, നരകവും അനുഭവിക്കാം. സത്യത്തിന് നേരെ ഒളിയം പെയ്ത് ഒരു സമൂഹത്തെ മുഴുവൻ തളർത്തുവാൻ, ഒരു രാജ്യത്തെ മുഴുവൻ തളർത്തുവാൻ ശ്രമിച്ചവർ, ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഈ ഒരു പാഠം എന്തെങ്കിലും ഗുണങ്ങൾ, എന്തെങ്കിലും പുതിയ അറിവുകൾ നൽകുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഗുണപാഠങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ അത് അവരുടെ വീണ്ടു വിചാരത്തിനും അവരുടെ നന്മയ്ക്കും ഉപകരിക്കും എന്ന് മാത്രമേ ഈ ചെറിയ 1-2 വാട്സാപ്പ് സന്ദേശത്തിലൂടെ ഈ കഥ പറയാൻ ഞാൻ ശ്രമിക്കുന്നുള്ളൂ. ഞാനിതൊരു ക്യൂസ് പ്രോഗ്രാം ആക്കണമെന്നാണ് ആദ്യം വിചാരിച്ചത്. ആരാണ് ഈ മനുഷ്യൻ? പിന്നീട് വിചാരിച്ചു അത് വേണ്ട. അങ്ങനെ നമ്മളെ ആക്രമിക്കാൻ ശ്രമിച്ച, നമ്മളെ ചതിക്കുവാൻ ശ്രമിച്ച ഒരാളുടെ പേര് അങ്ങനെ ചർച്ച ചെയ്യപ്പെടണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് ആ ആഗ്രഹം ഞാൻ അവസാനിപ്പിച്ചു. എന്തായാലും ഇപ്പോഴും നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന, ഇനി ആരെങ്കിലും അത്തരം ഉദ്ദേശത്തോടെ ഇനിയും മുൻപോട്ട് പോകുന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ സ്വകാര്യ ജീവിതത്തിൽ, അവരുടെയൊക്കെ ഔദ്യോഗിക ജീവിതത്തിൽ ഇതുപോലുള്ള പതനം അവരെ കാത്തിരിക്കുന്നുണ്ട് എന്ന് മാത്രമാണ് ഒരു മുന്നറിയിപ്പ് പോലെ സെയിലിംഗ് കമന്ററി നൽകാൻ ശ്രമിക്കുന്നത്. കഴിഞ്ഞ മാസത്തെ ട്രാക്കത്തോണിന്റെ സമ്മാനം ശ്രീ വിപിൻ ബാംഗ്ലൂരിൽ നിന്ന് വന്ന് തലസ്ഥാനത്ത് വന്ന് ശ്രീ മോഹൻകുമാറിന്റെ കടയിൽ നിന്ന് സമ്മാനം കൈപ്പറ്റി. അതോടുകൂടി ശ്രീ ഡോക്ടർ കൃഷ്ണൻ ഉണ്ണി സ്പോൺസർ ചെയ്ത സമ്മാനത്തിന്റെ കാലാവധി തീരുകയാണ്. ട്രാക്കത്തോൺ തുടർന്നും സ്പോൺസർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ആ വിവരം ഒരു മെസ്സേജിലൂടെ സെയിലിംഗ് കമന്ററി അറിയിക്കാം. കാരണം ട്രാക്കത്തോൺ നമുക്ക് വളരെ ശക്തമായ ഒരു ആയുധമാണ്. നമ്മുടെ സ്റ്റാൻഡ് 100% ശരിയാണ് എന്ന് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കുവാൻ ന്യൂസ് ലെറ്ററിൽ അത് സംബന്ധിച്ച് കൃത്യമായ ഒരു ലേഖനം, ഒരു കുറിപ്പ്, ചെറിയൊരു കുറിപ്പ് 58ാമത്തെ ഇഷ്യൂവിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ട്രാക്കത്തോൺ വളരെ ഗൗരവമായി, വളരെ ഗംഭീരമായി തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. പല കള്ളങ്ങളും പുറത്തു കൊണ്ടുവരുവാൻ ട്രാക്കത്തോൺ സഹായിക്കുന്നുണ്ട്.